നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുകയാണ്. പത്മകുമാർ ആരുടെ പേര് പറയും എന്നതാണ് ചങ്കിടിപ്പോടെ ഉറ്റുനോക്കുന്നത്. പത്മകുമാറിന്റെ മൊഴിയാണ് ഏറെ നിർണായകമായി മാറുന്നത്. തീർച്ചയായിട്ടും നിലവിലെ സർക്കാരിനെ പിടിച്ചുലക്കാൻ പാകത്തിനുള്ള ഒരു മൊഴിയായിരിക്കും പത്മകുമാർ നൽകുക എന്നതടക്കമുള്ള ഒരു വിലയിരുത്തൽ ഉണ്ട്. എന്തായാലും എന്താണ് പത്മകുമാറിന്റെ മൊഴി ഏവരും ഉറ്റുനോക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി വരും ദിവസങ്ങളിൽ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പത്മകുമാറിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. വിദേശ യാത്രകളെക്കുറിച്ച് അന്വേഷണം നടത്താൻ പത്മകുമാറിന്റെ പാസ്പോർട്ട് SIT പിടിച്ചെടുത്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പത്മകുമാർ വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും വിശദമായി തന്നെ അന്വേഷിക്കുകയാണ്. താൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ടെന്ന പത്മകുമാറിന്റെ മൊഴിയിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് നിലവിലെ സൂചന. സർക്കാരിന് കിട്ടിയ പോറ്റിയുടെ അപേക്ഷ ബോർഡിലേക്ക് കൈമാറിയെന്ന പത്മകുമാറിന്റെ മൊഴിയാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കുരുക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ പത്മകുമാർ പറയുമോ? കടകംപള്ളിയുമായി ബന്ധപ്പെട്ടുള്ള, അതായത് താൻ ദൈവതുല്യരായി കണ്ട പലരും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നടക്കമുള്ള ഒരു സൂചന പത്മകുമാർ നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ചോദ്യം, ആരെയാണ് ദൈവതുല്യരായി കണ്ടത്? അവരുടെയൊക്കെ പേര് പുറത്തേക്ക് വരുമോ? ചോദ്യങ്ങൾ പലതാണ്. എന്തായാലും മണിക്കൂറുകൾക്കകം അതിലൊരു വ്യക്തത വരുത്താനാകും. ഈ കേസിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന CPM നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എ പത്മകുമാറിന്റെ കസ്റ്റഡി എന്തായാലും ഇന്ന് SIT അപേക്ഷ നൽകും, കസ്റ്റഡിയിൽ വിട്ടു നൽകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കൂടുതൽ ഇടപാടുകളെ സംബന്ധിച്ചുള്ള പരിശോധന അടക്കമുള്ളവ നടക്കും. താൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ പോറ്റി ശബരിമലയിൽ ശക്തനായിരുന്നുവെന്നും തന്ത്രി അടക്കമുള്ളവരുമായി നല്ല ബന്ധമാണെന്നും പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട്. കട്ടിളപ്പാളികളിൽ സ്വർണം പൂശാനുള്ള സ്പോൺസർഷിപ്പിനായി പോറ്റിയെ പത്മകുമാർ വഴിവിട്ട് സഹായിച്ചെന്നും ഇതിനായി മിനിറ്റ്സിൽ അടക്കം തിരുത്തു വരുത്തിയെന്നുമാണ് കണ്ടെത്തൽ. പോറ്റി സർക്കാരിനെ സമീപിച്ചിരുന്നുവെന്ന മൊഴിയിലും കൂടുതൽ വ്യക്തതയുണ്ടാകും. നിലവിൽ റിമാൻഡിലുള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിലും വാദമുണ്ടാകും. എ പത്മകുമാറിന്റെ വിദേശയാത്രകളടക്കം അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണമൊക്കെ വരും മണിക്കൂറുകളിലൊക്കെ ഊർജിതമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. തങ്ങൾ അറിയാതെ പാളികൾ പോറ്റിക്ക് കൈമാറാനായി പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ രേഖയിൽ തിരുത്തിയെന്നാണ് അംഗങ്ങളുടെ മൊഴി. ഇതാണ് പത്മകുമാറിന് തിരിച്ചടിയായത്. എന്തായാലും പത്മകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുക, അതിനുശേഷമാകും കടകംപള്ളിയെ ചോദ്യം ചെയ്യുമോ വേണ്ടിയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നത്. എന്തായാലും കടകംപള്ളിയെ ചോദ്യം ചെയ്യുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പത്മകുമാറിന്റെ അറസ്റ്റോടെ വലിയ ഒരു ആകാംക്ഷയാണ് നിറയുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റോടെ പാർട്ടി വളരെയധികം സമ്മർദ്ദത്തിൽ, പ്രത്യേകിച്ച് CPM വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഇത് എത്തുമോ, അന്വേഷണം എത്തുമോ, അദ്ദേഹത്തിന് കുരുക്കാവുന്ന മൊഴികൾ പത്മകുമാർ നൽകുമോ എന്നതടക്കമുള്ള ഒരു കാര്യങ്ങൾ, പ്രത്യേകിച്ച് പത്മകുമാർ SITക്ക് നൽകിയിട്ടുണ്ട് കടകംപള്ളിക്ക് എതിരായിട്ടുള്ള മൊഴി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന് എത്രത്തോളം ഒരു ബലമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ദേവസ്വം മന്ത്രി VN വാസവനിലേക്കും അന്വേഷണം എത്തുമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. എന്തായാലും എന്താണ് സംഭവിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പത്മകുമാറിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ SIT വിളിപ്പിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയണം. ശബരിമലയിൽ സ്പോൺസറാകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അടക്കം സമീപിച്ചിരുന്നു എന്നടക്കം പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങി പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത് കേസിൽ നിർണായകമാകും. പത്മകുമാർ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയാൽ കടകംപള്ളിക്ക് അത് കുരുക്കാകും. അതേസമയം സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. ദേവസ്വം ബോർഡിൻ്റേത് സ്വതന്ത്ര തീരുമാനമാണ്, അത് സർക്കാർ അറിയണമെന്നില്ല. ഇത് സംബന്ധിച്ച ഒരു ഫയലും തന്റെ മുന്നിൽ വന്നിട്ടില്ല എന്നാണ് കടകംപള്ളിയുടെ പ്രതികരണം. ഈ കേസിൽ ജയറാമിനെ സാക്ഷിയാക്കും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വെച്ച് പോറ്റി വൻതോതിൽ പിരിവും തട്ടിപ്പ് നടത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. പാളികൾ ചെന്നൈയിൽ നടൻ ജയറാം അടക്കമുള്ളവരുടെ വീടുകളിലും കൊണ്ടുപോയിരുന്നു. ഈ സാഹചര്യത്തിൽ നടൻ ജയറാമിന്റെ മൊഴി സാക്ഷി എന്ന നിലയിൽ രേഖപ്പെടുത്തും. പാളി വെച്ച് പ്രമുഖരെ പറ്റിച്ചെന്നാണ് SITയുടെ വിലയിരുത്തൽ. ജയറാം അടക്കമുള്ള VIPകളെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളിയുടെ മറവിൽ പറ്റിച്ചുവെന്നാണ് കണ്ടെത്തൽ. അതേസമയം ശബരിമല
അതേപോലെ സ്വർണ്ണപ്പാളി തട്ടിപ്പിന് സമാനമായി കൊച്ചിൻ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിലും സ്പോൺസർഷിപ്പിലൂടെ തട്ടിപ്പിന് ശ്രമം നടന്നുവെന്ന് വെളിപ്പെടുത്തൽ. എറണാകുളം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സ്വർണം പൂശാനും ക്ഷേത്ര നവീകരണത്തിനുമായി 100 കോടിയുടെ സ്പോൺസർഷിപ്പ് വാഗ്ദാനവുമായി ബാംഗ്ലൂർ സ്വദേശി എത്തിയെന്നാണ് ദേവസ്വം മുൻ വിജിലൻസ് ഓഫീസർ RK ജയരാജ് വെളിപ്പെടുത്തിയത്. ദേവസ്വം വിജിലൻസിന്റെ ഇടപെടലിലൂടെ തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെ ബോർഡ് അധികൃതർ പദ്ധതിയിൽ നിന്ന് പിന്മാറിയെന്നും SP വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ സ്പോൺസർഷിപ്പിന്റെ മറവിൽ തട്ടിപ്പ് നടത്താനുള്ള ശ്രമം തടഞ്ഞതിന്റെ വെളിപ്പെടുത്തലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് വിജിലൻസ് ഓഫീസർ എന്ന RK ജയരാജ് നടത്തിയത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴാണ് സംഭവം. 2019-2020 കാലയളവിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സ്വർണം പൂശാനും ക്ഷേത്ര നവീകരണത്തിനുമായി 100 കോടി രൂപയുടെ പദ്ധതിയുമായി ബാംഗ്ലൂർ സ്വദേശിയായ ഗണേശ് രാവൺ എന്നയാളെത്തി. വലിയ ബിസിനസ്സുകാരനാണെന്ന് പരിചയപ്പെടുത്തിയത്. മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ എത്തിയത്. അന്വേഷണത്തിൽ ഇയാൾ തട്ടിപ്പുകാരനാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ബോർഡിൽ അറിയിച്ചു. ഇതോടെയാണ് തട്ടിപ്പ് പദ്ധതി വേണ്ടെന്ന് വെച്ചതെന്നും മുൻ SP RK ജയരാജൻ വെളിപ്പെടുത്തി. ഇയാൾക്ക് ക്ഷേത്രത്തിൽ വലിയ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് 6 മാസത്തോളം അവിടെ തുടർന്നു. എന്നാൽ അന്വേഷണത്തിൽ വാഗ്ദാനങ്ങളെല്ലാം കള്ളമാണെന്ന് വെളിപ്പെട്ടു. ആന്ധ്രയിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളുടെ പേരിൽ പിരിവ് നടത്തി തട്ടിപ്പ് നടത്തുന്നയാളാണെന്നും വ്യവസായി നൽകിയ വിലാസവും ആസ്തിയും ഉൾപ്പെടെ വ്യാജമാണെന്ന തിരിച്ചറിവ് പിന്നാലെയാണ് പദ്ധതി ഒഴിവാക്കിയതെന്നും RK ജയരാജ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സ്പോൺസർക്ക് കൃത്യമായി പദ്ധതി നൽകാൻ കഴിയാത്തത് കൊണ്ട് അന്ന് തന്നെ പദ്ധതി ഉപേക്ഷിച്ചതായി ചോറ്റാനിക്കര ക്ഷേത്രം ഭാരവാഹികളും വ്യക്തമാക്കി. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ വെളിപ്പെടുത്തലുകൾ വരുന്നു. അന്വേഷണം പുരോഗമിക്കുന്നു. പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലടക്കം SIT പരിശോധന നടത്തിയിരുന്നു. നിർണായകമായ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. അർദ്ധരാത്രി വരെ നീണ്ടുനിന്ന പരിശോധനയായിരുന്നു അവിടെ നടന്നത്. പോറ്റിയും പത്മകുമാറും തമ്മിൽ ഇടപാടിന്റെ രേഖകൾക്ക് വേണ്ടിയായിരുന്നു പരിശോധന. സർക്കാർ, ബോർഡ്, പോറ്റി എന്നിവർ തമ്മിൽ ഇടപാടുകളെ കുറിച്ചുള്ള രേഖകളുടെ പകർപ്പ് കണ്ടെടുത്തിരുന്നു. 2016 മുതൽ പത്മകുമാറിന്റെ ആദായ നികുതി വിവരം അടക്കമുള്ള വിവരങ്ങൾ അടങ്ങിയ രേഖകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോറ്റി വീട്ടിലെത്തിയിട്ടുണ്ടെന്നാണ് പത്മകുമാറിന്റെ ബന്ധുക്കളുടെ മൊഴി. പക്ഷേ ഇത് സൗഹൃദ സന്ദർശനമായിരുന്നുവെന്നാണ് വിശദീകരണം. എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. ഇനി അന്വേഷണം ആരിലേക്ക് എത്തും, ആരുടെ അറസ്റ്റാണ് അടുത്തത്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.